ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സുസ്മിതയുടെ കാറിൽ പപ്പിയും സത്യയും വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചിത്രകാരനെ കൊണ്ട് പപ്പിയുടെ ചേച്ചിയമ്മയുടെ ചിത്രം വരപ്പിച്ചത് ഇതുവരെ സുസ്മിത പിള്ളേരെ കാണിച്ചിട്ടില്ല. പിള്ളേരെ എത്ര ചോദിച്ചിട്ടും അത് കാണിക്കില്ല എന്നാണ് സുസ്മിത പറയുന്നത്. വീട്ടിലെത്തിയിട്ട് മാത്രമേ കാണിക്കൂ എന്നും സുസ്മിത പറയുന്നു. എന്നാൽ വീണ്ടും വീണ്ടും സത്യയും പപ്പയും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ചിത്രം ഒന്ന് കാണിക്കാൻ. ആ പടം വരച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ സുസ്മിത പറയുന്നു, ഇപ്പോൾ കാണിക്കാൻ സൗകര്യമില്ലെങ്കിലോ? സൗകര്യമുണ്ടാകണം, ഇല്ലെങ്കിലേ ഞങ്ങളെ പിടിച്ചു വാങ്ങിച്ച് കാണുമെന്ന് പിള്ളേർ പറയുന്നു. മര്യാദയ്ക്ക് കാണിക്കുന്നുണ്ടോ എന്ന് വീണ്ടും സത്യ ചോദിക്കുന്നു. ഇല്ലെങ്കിൽ ഞങ്ങളത് പിടിച്ചു വാങ്ങുമെന്ന് പപ്പി പറയുന്നു. അയ്യേ, നിങ്ങൾ പെട്ടെന്ന് സീരിയസ് ആയോ? ആൻറ്റി ഒരു തമാശ പറഞ്ഞതല്ലേ, മക്കൾക്ക് ഈ പടം കണ്ടാ പോരെ എന്ന് പറഞ്ഞിട്ട് പിള്ളേർ അറിയാതെ തന്നെ ഗ്ലാസ് താഴ്ത്തുകയാണ്. എന്നിട്ട് ഇതാ കണ്ടോ എന്ന് പറഞ്ഞ് പിള്ളേരുടെ നേരെ ആ ചിത്രം നീട്ടിയിട്ട് പെട്ടെന്ന് ആ ചിത്രം എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുകയാണ്. അയ്യോ എൻ്റെ പടം എന്ന് പപ്പിയും സത്യയും പറയുന്നുണ്ട്. അയ്യോ, പടം കളഞ്ഞു പോയല്ലോ എന്ന് സുസ്മിത. വണ്ടി നിർത്താൻ സത്യ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? കേട്ടില്ലെന്നാ പറഞ്ഞത് എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ രണ്ട് പിള്ളേരും കൂടെ പറയുന്നു, ആൻറ്റി പ്ലീസ് ആൻറ്റി വണ്ടി ഒന്ന് നിർത്തുവോ, ഞങ്ങൾ ആ പടം ഒന്ന് കണ്ടോട്ടെ എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, ഈ വണ്ടി അങ്ങനെ തോന്നിയെടുത്ത് നിർത്തില്ല. ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയ വണ്ടിയാണിത്. ഞാൻ പറയുന്നിടത്ത് ഈ വണ്ടി നിൽക്കൂ. ഇടയ്ക്കേട്ട് സത്യം പറയുന്നു, ഓ അങ്ങനെയാണല്ലേ, എന്നാ കണ്ടോ. പപ്പി ചാടിക്കോ എന്ന് പറയുന്നു. അങ്ങനെ ഡോർ തുറന്ന് പെട്ടെന്ന് രണ്ടുപേരും പുറത്തേക്ക് ചാടുന്നുണ്ട്. പെട്ടെന്ന് വണ്ടി നിർത്തുകയും ചെയ്യുന്നു. പപ്പി ഓടിക്കോ എന്ന് പറഞ്ഞ് സത്യയും പപ്പിയും പിറകിലേക്ക് തന്നെ ഓടുന്നുണ്ട്. ആ കാട്ടിലൂടെ തന്നെ ഓടുകയാണ്. ഈ പിള്ളേരെ കൊണ്ട് എന്ന് പറഞ്ഞ് സുസ്മിതയും അവർക്ക് പിന്നാലെ ഓടുന്നു. പിള്ളേരെ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് സുസ്മിത പിന്നാലെ ഓടുമ്പോൾ നീ പോടി എന്ന് പറഞ്ഞിട്ട് അവർ ഓടുകയാണ്. ഒടുവിൽ ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയാണ് രണ്ടുപേരും. സുസ്മിതയാണെങ്കിൽ ഓടി തളർന്നിരിക്കുന്നു. സുസ്മിത കാണാതെ ആ മരത്തിന് പിന്നിൽ രണ്ടുപേരും മറഞ്ഞിരിക്കുന്നുണ്ട്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കുട്ടി പിശാചികളെ എന്ന് സുസ്മിത പറയുന്നു. പെട്ടെന്നാണ് ഒരു ആന അലറുന്ന ശബ്ദം കേൾക്കുന്നത്. അരക്കേട്ട സുസ്മിത ഒന്ന് പേടിച്ചു. അയ്യോ, എനിക്ക് തോന്നിയതായിരിക്കുമോ? ചുമ്മാ പേടിപ്പിക്കാൻ നോക്കാതെ, ഇത് മേയറാണ്, മേയർ, UK-യിലെ രാജശേഖരന്റെയും സരളയുടെയും മകള് എന്നൊക്കെ സുസ്മിത ഇങ്ങനെ പറയുന്നുണ്ട് ഒറ്റയ്ക്ക്. പിന്നെയും ആന അലറുന്ന ശബ്ദം കേൾക്കുന്നു. പേടിച്ച് തിരിഞ്ഞോടിപ്പോവുകയാണ് സുസ്മിത. പിള്ളേർക്കും പേടിയാകുന്നുണ്ട്. പോയിന്ന് തോന്നുവാ എന്ന് പറഞ്ഞ് പപ്പിയും സത്യയും പോവുകയാണ്. കാറ് കിടന്ന സ്ഥലത്തേക്ക് സുസ്മിത ഓടിയെത്തി. വേഗം വണ്ടി എടുക്കാൻ സുസ്മിത പറയുന്നു. എന്താ മേഡം എന്ന് ആ ഡ്രൈവർ ചോദിച്ചപ്പോൾ ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് പോകാം, വണ്ടി എടുക്കുന്ന സുസ്മിത. മേഡം ആ കുട്ടികൾ എന്ന് ഡ്രൈവർ പറയുമ്പോൾ സുസ്മിത പറയുന്നു, കുട്ടികള് തേങ്ങാക്കൊല, കുട്ടികളല്ലവര്, കുട്ടി പിശാചികളാണ്. അതുങ്ങൾ കാട്ടിൽ കിടന്ന് ചത്തു തൊഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, താൻ വണ്ടി എടുക്ക്. അങ്ങനെ സുസ്മിത കാറിന്റെ ഡോർ തുറന്നപ്പോൾ അവരുടെ രണ്ടുപേരുടെ ബാഗ് ഇരിക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ ബാഗ് എടുത്ത് അവിടേക്ക് വലിച്ചെറിയുകയാണ് സുസ്മിത. ആരെങ്കിലും ചോദിച്ചാൽ ആ കുട്ടി പിശാചികളെ നമ്മൾ കണ്ടിട്ടുമില്ല, നമ്മുടെ വണ്ടിയിൽ അവർ കയറിയിട്ടുമില്ല, മനസ്സിലായോ എന്ന് സുസ്മിത പറയുന്നു. മേഡം അത് എനിക്ക് ഡ്രൈവർ പറയുന്നെങ്കിലും സുസ്മിത അവരെ പറഞ്ഞിങ്ങനെ റെഡിയാക്കി വയ്ക്കുകയാണെല്ലാം. അങ്ങനെ വണ്ടി എടുക്കാൻ പറയുകയും സുസ്മിത വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതിനിടയിൽ സത്യയുടെ ഫോൺ സിഗ്നൽ കിട്ടിയിരിക്കുന്നുണ്ട്. മീൻപാറയിലെ വനത്തിലാണ് സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. ഈ വിവരം പോലീസ് ശാലിനി അറിയിക്കുന്നു. മീൻപാറയിലെ വനത്തിലോ എന്ന് ശാലിനി ചോദിക്കുകയാണ് ഒരു അതിശയത്തോടെ തന്നെ. സത്യയുടെ ഫോൺ സിഗ്നല് മീൻപാറ ഉൾവനത്തിലേക്ക് പോവുകയാണോ എന്നും ശാലിനി ചോദിക്കുന്നുണ്ട്. സിഗ്നൽ ഇടയ്ക്കിടയ്ക്ക് കട്ടാകുന്നുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. എല്ലാം കേട്ടുന്ന ഡ്രൈവർ പറയുന്നു, മോളെ കുട്ടികൾ മീൻപാറ വനത്തിലാണെന്നാണോ പറയുന്നത്? വിഷമിക്കാൻ വേണ്ടി പറയുന്നതല്ല, ആ സ്ഥലം കുറച്ച് കഷ്ടം പിടിച്ചതാണ്. അവരെന്തിനാ വനത്തിലേക്ക് പോയതെന്നൊക്കെ ശാലിനി ഇങ്ങനെ ഓർക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശാലിനി ശ്യാമയെ വിളിക്കുകയാണ്. ഇതേ സമയം രോഹിത് ശ്യാമയെ വിളിച്ച് വഴക്ക് പറയുകയാണ്. ഇയാൾ ഒറ്റ ഒരാളുടെ പിടിപ്പുകേട് കൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരം വരേണ്ടി വരുന്നത്. ശാലിനി ശ്യാമയെ വിളിക്കുകയാണ്. അപ്പോൾ രോഹിത് വീണ്ടും ശ്യാമയെ വഴക്ക് പറയുകയാണ്. പിന്നെ ആരാ ശ്രദ്ധിക്കേണ്ടത്? അമ്മമാരല്ലേ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്? അതോ ഹോട്ടലിലേക്ക് പോകുന്ന ഞാനാണോ ശ്രദ്ധിക്കേണ്ടത്? സത്യം കുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്നറിഞ്ഞപ്പോൾ തന്നെ അവരെന്തെങ്കിലും സാഹസം കാട്ടുമെന്ന് ഓർക്കണമായിരുന്നു. അതിന് സത്യാമ്മ അവളെ വഴക്ക് പറഞ്ഞല്ലോ, ശിക്ഷയും കൊടുത്തോ, പിന്നെ അവരിങ്ങനെ കാട്ടുമെന്ന് ഞാൻ കരുതിയോ എന്ന് ശ്യാമ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ രോഹിത് പറയുന്നു, ഇതൊന്നും അല്ല അതിന്റെ പ്രതിവിധി. സത്യാമ്മയുടെ പ്രായത്തിലുള്ള ഒരാൾ ചെയ്യേണ്ടത് മാത്രമേ സത്യാമ്മ ചെയ്തിട്ടുള്ളൂ. അതേസമയം നീ ഒരു അമ്മയല്ലേ, സ്നേഹം കൊണ്ട് തിരുത്തേണ്ടവൾ, നേർവഴിക്ക് നടത്തേണ്ടവൾ. ഇടയ്ക്ക് കേട്ട് ശാലിനി ഫോൺ വെച്ചിട്ട് പോലീസിനെ വിളിക്കുന്നു. കുട്ടികൾ മീൻപാറ വനത്തിലുള്ളതാണെന്ന് കൂട്ടത്തിലുള്ള മറ്റൊരു കുട്ടിയുടെ അമ്മയോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുകയാണ്. മേഡം തിരക്കിനിടയിൽ ഞാൻ എന്നൊക്കെ അവർ പറയുമ്പോൾ ശാലിനി വീണ്ടും പറയുന്നു, കാണാതായ കുട്ടികളുടെ മാതാപിതാക്കളെ വിവരം അറിയിച്ചിട്ട് മതി തിരക്കൊക്കെ. ഒരു നമ്പർ തന്നിട്ടില്ലേ, അതിൽ പെട്ടെന്ന് തന്നെ വിവരങ്ങളൊക്കെ കൊടുക്കണം. സിഗ്നൽ വീണ്ടും കിട്ടിയാൽ അപ്പോൾ എന്നെ വിളിക്കണമെന്നും ശാലിനി പറയുന്നു.
രോഹിത് ആണെങ്കിൽ ശ്യാമയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് രോഹിതിന്റെ ഫോണിലേക്ക് പോലീസ് വിളിക്കുന്നു. മീൻപാറ വനത്തിലേക്കാണ് പോയിരിക്കുന്നതെന്ന് രോഹിതിനോട് പറയുകയാണ് പോലീസ്. ടെൻഷൻ ആകണ്ട, പോലീസിന്റെ രക്ഷാസംഘങ്ങളൊക്കെ എല്ലാം അവിടേക്ക് സ്പോട്ടിലുണ്ടാവുമെന്നും പറയുന്നു. വിവരങ്ങൾ ഞങ്ങൾ ഉടൻ അറിയിക്കാമെന്നും പോലീസ് പറയുന്നുണ്ട്. ഫോൺ വെച്ചതിന് ശേഷം ടെൻഷനോടെ വിഷ്ണു രോഹിത്തിനോട് കാര്യം അന്വേഷിക്കുന്നു. രോഹിത് പറയുന്നു പപ്പിമോള് മീൻപാറ വനത്തിലാണെന്ന്. നിങ്ങൾ വിഷമിക്കാതിരിക്കെ, വനത്തിലോ കയത്തിലോ എവിടേക്കാണെങ്കിലും നമ്മുടെ പപ്പിമോൾക്ക് ഒരു ആപത്തും വരാതെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുമെന്ന് വിഷ്ണു പറയുന്നു. ശ്രീരഞ്ജിനിയും കുട്ടികളെ അന്വേഷിച്ച് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ രണ്ട് പിള്ളേരും ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ നടന്നു വരുന്നു. ആൻറ്റി നമ്മളെ അന്വേഷിച്ച് വരുമോ എന്നൊക്കെ അവർ സംസാരിക്കുന്നു. സത്യമാണെങ്കിൽ അയ്യോ കാണുന്നില്ലല്ലോ ആ പടം, അത് ഇവിടെയല്ലേ അവർ എറിഞ്ഞുകളഞ്ഞത്. അങ്ങനെ രണ്ടുപേരും നോക്കുന്നു. കുറെ നോക്കിയിട്ടും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു. അതേ പപ്പി ഇവിടെ തന്നെയാ, എനിക്ക് ഉറപ്പുണ്ട്. അത് എവിടേക്ക് പോയി കാണും, കാറ്റത്തെ പറന്നുപോയി കാണുമോ എന്നൊക്കെ പറയുന്നു. അയ്യോ അപ്പോൾ എവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്ന് പപ്പി പറയുമ്പോൾ സത്യ പറയുന്നു നമുക്ക് തിരയാന്നേ. ഈ കാട്ടിലോ നമ്മൾ ഒറ്റയ്ക്കോ എന്ന് പപ്പി ചോദിക്കുന്നു. വേറെ ആര് സഹായിക്കാനാ, അതിനു വേണ്ടിയില്ലേ നമ്മൾ വന്നത്, എന്നാ വാ എന്നൊക്കെ പറഞ്ഞ് സത്യ പപ്പിയും കൂട്ടി അവിടെ അന്വേഷിക്കുകയാണ്. സത്യ എനിക്ക് പേടിയാവുന്നുണ്ട് എന്നൊക്കെ പേടിയോടെ പപ്പി പറയുമ്പോൾ സത്യ പറയുന്നു പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. അങ്ങനെ രണ്ടുപേരും ആ ചിത്രം അവിടെയൊക്കെ അന്വേഷിക്കുകയാണ്. വിഷ്ണുവും വളരെ വേഗത്തിൽ തന്നെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേസമയം പോലീസ് ഫോഴ്സ് എല്ലാം റെഡിയായി നിൽക്കുകയാണ്. ഈ മീൻപാറ വനത്തിൽ കാണാതായ ആരെയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, അതും കൊച്ചു കുഞ്ഞുങ്ങളെ എന്നൊക്കെ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. എന്നാലും ഒരു കോടീശ്വര കുടുംബത്തിലെയും പിന്നെ മറ്റൊരാൾ കളക്ടറുടെ മകളുമാണ്, എന്തായാലും നമുക്ക് കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അവിടേക്ക് കളക്ടർ ശാലിനി എത്തിയിരിക്കുന്നുണ്ട്. ആ കളക്ടറാണല്ലോ എന്ന് അവർ തമ്മിൽ വീണ്ടും സംസാരിക്കുന്നു. ശാലിയും അനുവും ഒക്കെ അവിടേക്ക് വന്നു. എല്ലാവരും വിവരങ്ങൾ ശാലിനിയോട് പറയുന്നുണ്ട്. കൺട്രോൾ റൂമിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് അവരുടെ ഫോൺ സിഗ്നൽ കാണിക്കുന്നത് അപകട മേഖലയിലല്ല. രാത്രിയാൽ തിരച്ചിൽ കുറച്ച് ദുഷ്കരമാണ്, അതുകൊണ്ടാണ് മേഡം എത്തുന്നതിന് മുമ്പ് തിരച്ചിൽ ആരംഭിച്ചതെന്നും പറയുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോകാമല്ലോ അല്ലേ എന്ന് ശാലിനി പറയുന്നു. കുട്ടികൾ ഉണ്ടെന്ന് നമ്മൾ സംശയിക്കുന്ന സ്ഥലത്തേക്ക് കാടിൻ്റെ 2 സ്ഥലത്തായിട്ട് നമ്മൾ പോകണം. ഒരു പക്ഷേ ഇപ്പോൾ കുട്ടികൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സ്വമേധയാ എവിടെയെങ്കിലും പോവുകയോ ഭയന്നോടുകയോ ചെയ്താൽ 2 ടീമിൽ നിന്ന് ഒരു ടീം കുട്ടികളെ കണ്ടെത്തും. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ശാലിനി പറയുന്നു. അങ്ങനെ അവർ അതുപോലെ ചെയ്യുകയാണ്. എന്നാൽ ഇതേ വഴിയിൽ തന്നെയാണ് ശ്രീരഞ്ജിനിയുടെയും അന്വേഷണം. പോയിക്കൊണ്ടിരുന്ന സമയം പെട്ടെന്ന് പപ്പിയുടെയും സത്യയുടെയും ബാഗ് അവിടെ കിടന്ന് കാണുകയാണ് ശ്രീരഞ്ജിനി. വണ്ടി റിവേഴ്സ് എടുക്കാനും പറയുന്നു. പെട്ടെന്ന് തന്നെ ശ്രീരഞ്ജിനി വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് ആ ബാഗ് നോക്കുകയാണ്. ആ ബാഗ് എടുക്കാൻ പറയുന്നു. കോൺസ്റ്റബിൾ ആ ബാഗ് എടുത്തോ, അതിൽ ബുക്സ് ഉണ്ടെങ്കിൽ ആരുടെ ബാഗാണെന്ന് പേര് നോക്കിയാൽ അറിയാമെന്നും ശ്രീരഞ്ജിനി പറയുന്നു. ഒന്ന് എസ് സത്യഭാമയും ഒന്ന് SR പത്മിനിയും. കണക്ക് കൂട്ടിയത് ശരി തന്നെ, കൺട്രോൾ റൂമിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണ്, കുട്ടികൾ കാട്ടിൽ തന്നെയാണെന്നും രഞ്ജിനി പറയുന്നു. അവർ ബാഗ് ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയത് എന്തിനാണെന്ന് ഒരു കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്. ഒരു പ്രൈമറി സ്റ്റുഡൻറ്റ് ഇതുപോലെ ഒരു സ്ഥലത്ത് ബാഗ് ഉപേക്ഷിച്ച് പോകണമെങ്കിൽ അതിനർത്ഥം ആ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടികൾ അപകടത്തിൽ ആണെന്നാണ്. ബാഗ് നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടായി കാണും. ബാഗ് അവർക്കൊരു ഭാരമായിട്ടുണ്ടാവും. നമ്മൾ കാട്ടിലേക്ക് ഇറങ്ങുന്നു, പാഴാക്കാൻ സമയമില്ല എന്നും രഞ്ജിനി പറയുന്നു. ഇവിടെ വന്യമൃഗങ്ങളും അങ്ങനെ പല കാര്യങ്ങളും ഒക്കെയുണ്ട് എന്നൊക്കെ കോൺസ്റ്റബിൾ പറയുന്നു. ആ കാട്ടിലൂടെ 2 പേരും കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. വലിയ പാടുപെട്ടാണ് അവർ വരുന്നത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.